വെൽക്കം ടു എഡീന അക്കാഡമി. എഡീന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് പുതിയ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 1/2025 ആണ്. ഇതിൽ ആപ്ലിക്കേഷൻ ഓപ്പണിംഗ് ഡേറ്റ് വരുന്നത് 12/2/2025 ആണ്. ക്ലോസിംഗ് ഡേറ്റ് 9/3/2025. നെയിം ഓഫ് പബ്ലിക് PSU അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. പോസ്റ്റ് നെയിം ഓഫ് പോസ്റ്റ് ബിസിനസ് ഡെവലപ്മെന്റ് സർവീസ് പ്രൊവൈഡർ. പോസ്റ്റിന്റെ പേര് ബിസിനസ് ഡെവലപ്മെന്റ് സർവീസ് പ്രൊവൈഡർ എന്നാണ്. കാസർഗോഡ് ജില്ലയിലേക്കുള്ള നിയമനമാണ് വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് 20 ആണ്. 20 വേക്കൻസി ഒഴിവാണുള്ളത് ഈ തസ്തികയിൽ. പോസ്റ്റ് ടൈപ്പ് കോൺട്രാക്ട് പോസ്റ്റ് ആണ്. കൺസോൾട്ടേറ്റ് പേ വരുന്നത് 23,000 ആണ്. കൺസോൾട്ടേറ്റ് പേ വരുന്നത്. പോസ്റ്റ് ടൈപ്പ് കോൺട്രാക്ട് കൺസൾട്ടേറ്റ് പേ 23,000 23,000 ആണ് പേ വരുന്നത്. കൺസൾട്ടേറ്റ് പേ വരുന്നത് 23,000 ആണ്. Directorate of Industries and Commerce is the functional arm of Industries and Commerce Department, Government of Kerala. Promote micro, small and medium enterprise in state. Job description and responsibilities. The Business Development Service Provider BDSP will be responsible for providing strategic support and business development service to micro, small and medium enterprises in Kerala under RAMP, Raising and Accelerating MSME Performance Scheme. BDSP will work closely with entrepreneurs, industry stakeholders and government agency to enhance MSME growth, MSME growth, sustainability and market competitiveness. MSMEയുടെ ഗ്രോത്ത് ഉറപ്പാക്കുക, സ്ഥിരത ഉറപ്പാക്കുക, അതുപോലെ മാർക്കറ്റ് കോമ്പറ്റീറ്റീവ്നെസ്സും ഉറപ്പുവരുത്തുക. എലിജിബിലിറ്റി ക്വാളിഫിക്കേഷൻ വരുന്നത് റെഗുലർ ഫുൾ ടൈം ബിടെക്, റെഗുലർ ആയിട്ടുള്ള ഫുൾ ടൈം ബിടെക് ഡിഗ്രി അല്ലെങ്കിൽ MBA from a recognized university. Candidate who have completed the course under regular scheme need only apply. ഫുൾ ടൈം റെഗുലർ ആയിട്ടുള്ള ബിടെക് അല്ലെങ്കിൽ MBA കാർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏജ് ലിമിറ്റ് വരുന്നത് മാക്സിമം ഏജ് ഓഫ് 35 ഇയേഴ്സ്, അതായത് 35 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രയർ വർക്ക് എക്സ്പീരിയൻസ് അഭിലഷണീയമാണ്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട്. എക്സ്പീരിയൻസ് നിർബന്ധമല്ല. സെലക്ഷൻ സ്പെഷ്യൽ നോട്ട് സെലക്ഷൻ പ്രോസസ് ഡിസ്ട്രിക്ട് വൈസ് ആൻഡ് കാൻഡിഡേറ്റ് ഷാൽ അപ്ലൈ ഫോർ ഓൺലി 1 district ഫോർ അപ്പോയിന്റ്മെന്റ്. ഇത് എല്ലാ ജില്ലയിലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കാൻഡിഡേറ്റിന് ഒരു ജില്ലയിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഒരു ജില്ലയിൽ മാത്രം അപ്ലൈ ചെയ്യുക. ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. 200 രൂപയാണ് ഫീ. SC/SC കാൻഡിഡേറ്റിന് 50 രൂപയും ഫീ. Candidates shall submit their application via online mode only. Application submitted via any other medium will be rejected. ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്.
കേരള പബ്ലിക് എന്റർപ്രൈസസ് ആൻഡ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വെബ്സൈറ്റ് വഴി വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയ ശേഷം തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. തസ്തികയിലേക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ആസ് പെർ റൂൾസ്. കോൺട്രാക്ട് നിയമനമാണ്. 20 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ 20 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. കൺസോളിഡേറ്റ് പേ വരുന്നത് 23,000 ആണ്. 19/2/2025 അപേക്ഷിച്ചു തുടങ്ങാം. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 9/3/2025 ആണ്. അതിനു മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കുക. അടുത്തത് കണ്ണൂർ ജില്ലയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ്. കാറ്റഗറി നമ്പർ 002/2025. ഓപ്പണിംഗ് ഡേറ്റ് 12/2/2025 മുതൽ ക്ലോസിംഗ് ഡേറ്റ് 9/3/2025 വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. നെയിം ഓഫ് PSC ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് ബിസിനസ് ഡെവലപ്മെന്റ് ആൻഡ് സർവീസ് പ്രൊവൈഡർ ആണ്. കണ്ണൂർ ജില്ലയിലേക്കുള്ള നിയമനമാണ്. നമ്പർ ഓഫ് വേക്കൻസി വരുന്നത് 41 ആണ്. പോസ്റ്റ് ടൈപ്പ് കോൺട്രാക്ട് ആണ്. കൺസോളിഡേറ്റ് പേ ആണ്. കൺസോളിഡേറ്റ് പേ വരുന്നത് 23,000 ആണ്. ബാക്കി കമ്പനി പ്രൊഫൈലും എല്ലാം കൊടുത്തിട്ടുണ്ട്. ജോബ് റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. മുൻപ് പറഞ്ഞ അതേ സെയിം തസ്തിക തന്നെയാണ്. ഇത് കണ്ണൂർ ജില്ലയിലേക്കുള്ള നിയമനമാണ്. ഇവിടെ വേക്കൻസി 41 ഒഴിവാണുള്ളത്. എലിജിബിലിറ്റി റെഗുലർ ഫുൾ ടൈം ബിടെക് അല്ലെങ്കിൽ MBA ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. റെഗുലർ പഠിച്ചവർ മാത്രം ഈ തസ്തികയിലേക്ക് അപേക്ഷിച്ചാൽ മതി. ഏജ് ലിമിറ്റ് 35 വയസ്സാണ്. പ്രയർ വർക്ക് എക്സ്പീരിയൻസ് ഡിസൈറബിൾ ആണ്, കമ്പൽസറി അല്ല. അതുപോലെ തന്നെ ഒരു ജില്ലയിൽ മാത്രം അപേക്ഷിച്ചാൽ മതി. വിദ്യാർത്ഥികൾ ഒരു ജില്ലയിൽ മാത്രമാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഒരു ജില്ലയിൽ മാത്രം അപേക്ഷിക്കുക. ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് 200 രൂപ. ആപ്ലിക്കേഷൻ ഫീ SC/ST കാൻഡിഡേറ്റിന് 50 രൂപയാണ് ഫീസ് വരുന്നത്. ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷകർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് ആസ് പെർ റൂൾസ്. ഒഴിവാണുള്ളത്. കോൺട്രാക്ട് നിയമനമാണ്. കൺസൾട്ടേറ്റ് പേ വരുന്നത് 23,000 ആണ്. ബിസിനസ് ഡെവലപ്മെന്റ് സർവീസ് പ്രൊവൈഡർ കണ്ണൂർ ഡിസ്ട്രിക്ട് ആണ് പോസ്റ്റിന്റെ പേര്. അവസാന തീയതി വരുന്നത് 9/3/2025 ആണ്. അതിന് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കുക. അടുത്ത നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് വയനാട് ജില്ലയിലേക്കാണ്. കാറ്റഗറി നമ്പർ 3 ആണ്. 3/2025. ഓപ്പണിംഗ് ഡേറ്റ് 12/2/2025 മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് 9/3/2025 ആണ്. 9/3/2025 മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കുക. നെയിം ഓഫ് PSC ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. നെയിം പോസ്റ്റ് തസ്തികയുടെ പേര് ബിസിനസ് ഡെവലപ്മെന്റ് സർവീസ് പ്രൊവൈഡർ വയനാട് ഡിസ്ട്രിക്ട്. വയനാട് ജില്ലയിലേക്കുള്ള ഒഴിവാണ് വന്നിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി വന്നിരിക്കുന്നത് 13 ആണ്. പോസ്റ്റ് ടൈപ്പ് കോൺട്രാക്ട് ആണ്. കൺസോളിഡേറ്റ് പേ വരുന്നത് 23,000 ആണ്. ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് ഓഫ് കേരള ടു പ്രൊമോട്ട് മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ് ഇൻ സ്റ്റേറ്റ്. ജോബ് റെസ്പോൺസിബിലിറ്റി നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. MSME മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ്. MSME എല്ലാം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ജോബ്.
അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. എലിജിബിലിറ്റി വരുന്നത് റെഗുലർ ഫുൾ ടൈം ബിടെക് അല്ലെങ്കിൽ MBA. MBAയും ബിടെക്കും റെഗുലർ ആയിരിക്കണം, റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആയിരിക്കണം, അതുപോലെ തന്നെ റെഗുലർ സ്കീമിലായിരിക്കണം പഠിച്ചിരിക്കേണ്ടത്. റെഗുലർ സ്കീം പഠിച്ചവർക്ക് വേണ്ടിയുള്ള ഒഴിവാണിത്. മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സാണ്. ഡിസറബിൾ പ്രയർ വർക്ക് എക്സ്പീരിയൻസ് ഈസ് ഡിസറബിൾ. വർക്ക് എക്സ്പീരിയൻസ് കമ്പൽസറി അല്ല. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതാണ്. സ്പെഷ്യൽ നോട്ട്, സെലക്ഷൻ പ്രോസസ് ഡിസ്ട്രിക്ട് വൈസ്. അതായത് ഡിസ്ട്രിക്ട് വൈസ് ആണ് സെലക്ഷൻ വരുന്നത്. അതുകൊണ്ട് കാൻഡിഡേറ്റ് ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രം അപ്ലൈ ചെയ്യുക. സെലക്ഷൻ വിൽ ബി ബേസ്ഡ് ഓൺ റിട്ടൺ ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ. റിട്ടൺ ടെസ്റ്റും ഇന്റർവ്യൂവും ഉണ്ടായിരിക്കുകയാണ് സെലക്ഷന് വേണ്ടി. ആപ്ലിക്കേഷൻ ഫീസ് 200 ആണ്. SC/ST കാൻഡിഡേറ്റിന് 50 രൂപയാണ് ഫീസ് വരുന്നത്. കാൻഡിഡേറ്റ് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ അല്ലാതെയുള്ള അപേക്ഷകളെല്ലാം നിരസിക്കുന്നതാണ്. ഏജ് ലിമിറ്റിൽ റിലാക്സേഷൻ ഉണ്ട്. എലിജിബിൾ കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ട്. കോൺട്രാക്ട് നിയമനമാണ്. കൺസൾട്ടേറ്റ് പേ വരുന്നത് 23,000 ആണ്. 13 വേക്കൻസിയാണ് വയനാട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 4 ആണ്. 2025 ഓപ്പണിംഗ് ഡേറ്റ് വരുന്നത് 19/2/2000, ക്ലോസിംഗ് ഡേറ്റ് 9/3/2025 ആണ്. നെയിം ഓഫ് പോസ്റ്റ് ഇൻഡസ്ട്രീസ് ബിസിനസ്, നെയിം ഓഫ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ യൂണിറ്റ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് ബിസിനസ് ഡെവലപ്മെന്റ് സർവീസ് പ്രൊവൈഡർ, കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് ആണ് വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസി വരുന്നത് 39 ആണ്. പോസ്റ്റ് ടൈപ്പ് കോൺട്രാക്ട് ആണ്. കൺസൾട്ടേറ്റ് പേ വരുന്നത് 23,000 ആണ്. കോൺട്രാക്ട് നിയമനമാണ്. 39 വേക്കൻസിയാണുള്ളത്. കൺസൾട്ടേറ്റ് പേ വരുന്നത് 23,000 ആണ്. തസ്തിക സെയിം ആണ്. ബിസിനസ് ഡെവലപ്മെന്റ് സർവീസ് പ്രൊവൈഡർ ആണ് പോസ്റ്റിന്റെ പേര്. കോഴിക്കോട് ജില്ലയിലേക്കുള്ള നിയമനമാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ബിടെക് അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ MBA ആണ്. റെഗുലർ ഫുൾ ടൈം ബിടെക് ഓർ MBA ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. റെഗുലർ സ്കീം ഓഫ് സ്റ്റഡി ആയിരിക്കണം. അങ്ങനെയുള്ളവർ മാത്രം ഈ തസ്തികയിലേക്ക് അപേക്ഷിച്ചാൽ മതി. മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സാണ്. The selection process in district wise and the candidate shall apply only one district for appointment. സെലക്ഷൻ പ്രോസസ് വരുന്ന ഡിസ്ട്രിക്ട് വൈസ് ആണ്. അതുകൊണ്ട് കാൻഡിഡേറ്റ് ഒരു ജില്ലയിൽ മാത്രം അപേക്ഷിച്ചാൽ മതി. റിട്ടൺ ടെസ്റ്റ് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീ 200 ആണ്. SC/ST കാൻഡിഡേറ്റിന് 50 രൂപയാണ്. അതുപോലെ അപേക്ഷ സമർപ്പിക്കേണ്ട ഓൺലൈൻ മോഡിൽ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഏജ് റിലാക്സേഷൻ അപ്പർ ഏജ് ലിമിറ്റിൽ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഫോർ ഏജ് റിലാക്സേഷൻ ഇൻ അപ്പർ ഏജ് ലിമിറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ദി എലിജിബിൾ കാൻഡിഡേറ്റ്സ് ആസ് പെർ റൂൾസ്. നിയമ അനുസൃതമായിട്ടുള്ള വയസ്സുകളും ഉണ്ട്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 9/3/2025 ആണ്. അതിന് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. എഡ്യൂനായ അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. ഡൗട്ടുകളും കമന്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ചാനൽ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക.
ചാനൽ ലിങ്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക. താങ്ക് യു.